സ്തോത്രം. പരിശുദ്ധ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉപവാസ പ്രാർത്ഥന 8-ാമത്തെ രാത്രികാലം ദൈവ തിരുപാദപീഠങ്ങൾ വീണ്ടും ഈ ലൈവിൽ ദൈവവചന ശുശ്രൂഷയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രികാലത്തെ ദൈവവചനം ചിന്തയ്ക്കായിട്ട് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനം പ്രാരംഭത്തിൽ നമുക്കിവിടെ വായിക്കാം. വളരെ ശ്രദ്ധയോടെ ദൈവാസനയിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ കാണുക, ഞാൻ നിങ്ങളുടെ നാളുകളിൽ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഈ സ്ഥലത്തോട് നീക്കിക്കളയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രവാചകനായിരിക്കുന്ന കണ്ണുനീരിന്റെ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ കാണുക, ഞാൻ നിങ്ങളുടെ നാളുകളിൽ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഈ സ്ഥലത്തു നിന്നും നീക്കിക്കളയും എന്നാണ് ഇവിടെ വായിപ്പാനിടയായിരിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ശുദ്ധ തിരുവചനത്തിലെ പഴയ നിയമ പുസ്തകത്തിൽ 24-ാമത്തെ പുസ്തകമാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകമെന്ന് കാണുവാനിടയാകും. ഗ്രന്ഥകർത്താവ് യിരെമ്യാവാണ് എന്നാണ് ഇതിന്റെ പ്രാരംഭത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 52 അധ്യായങ്ങളെ കൊണ്ട് തീരുമാനിക്കുന്ന ഈ പ്രവചന പുസ്തകത്തിൽ 1364 വാക്യങ്ങളാണുള്ളത്. ഇത് എഴുതിയ കാലഘട്ടത്തെ കുറിച്ച് വേദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് BC 627-നും 586-നും ഇടയ്ക്കാണ് ഈ പുസ്തകം എഴുതിയെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇതിന്റെ പ്രധാന സ്ഥലങ്ങള് യെരുശലേം, അനോദോത്ത്, രാമ, മിസ്രൈം എന്നുള്ളതായിരിക്കുന്നതായ സ്ഥലങ്ങളാണ് ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രധാന സ്ഥലങ്ങളെന്ന് നമുക്ക് കാണുവാൻ ഇടയാകുന്നത്. ഇതിന്റെ പ്രത്യേകതകള്, ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് യിരെമ്യാവ് യഹൂദയുടെ അവസാനത്തെ 5 രാജാക്കന്മാരായിരുന്നായ യോശിയാവ്, അഹസ്കിയാവ്, ഹോവയാക്കീൻ, സിദെക്കിയാവ് എന്നുള്ള വാഴ്ചയുടെ ആ കാലത്ത് പ്രവചന ശുശ്രൂഷ നടത്തിയതായിരിക്കുന്ന ഒരു പ്രവാചകനാണ് യിരെമ്യാ പ്രവാചകൻ എന്ന് കാണുവാനിടയാകുന്നത്. യിരെമ്യാ പ്രവാചകൻ മുന്നമേ എഴുതപ്പെട്ട ചരിത്രമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായ വേദ അംശമാണ് നമ്മൾ വായിപ്പാനിടയായത്. ആ ഭാഗത്തേക്ക് കടന്നു വരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വീണ്ടും നമുക്ക് വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളെ യഹോവയായ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നുവെന്ന്. സ്തോത്രം. അപ്പോൾ പഴയ നിയമം പഠിക്കുമ്പോൾ യഹോവയായ ദൈവം ഇസ്രായേലിന്റെ ദൈവമാണ്.
എന്നാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ കാണുവാനിടയാകുന്നത്. കാരണം അബ്രഹാമിനെ വിളിച്ച് ദൈവം വേർതിരിച്ച അബ്രഹാമിന്റെ കൊച്ചുമകനായിരിക്കുന്നതായ യാക്കോബ് യാവോക്ക് കടവിന്റെ തീരത്ത് വെച്ച ദൈവമായിട്ട് മല്ലടിച്ചു. മല്ല് പിടിപ്പാനിടയായി രാത്രിയുടെ 4 യാമങ്ങളും യാക്കോബ് ദൈവമായിട്ട് മൽപ്പിടുത്തം നടത്തുവാനിടയായി, പ്രാർത്ഥിപ്പാനിടയായി. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠങ്ങളിൽ യാക്കോബ് ദൈവമായിട്ട് പ്രാർത്ഥനയിൽ പോരാടുവാനിടയായി. എന്നാൽ പ്രഭാതം ഉദിച്ചപ്പോൾ ആ സാക്ഷാൽ ദൂതനായിരിക്കുന്ന ദൈവം പറയാണ്, യാക്കോബേ എന്നെ വിട. ഇതാ സൂര്യൻ ഉദിച്ചിരിക്കും. യാക്കോബ് പറയുന്നത് പ്രകാരമാണ്, എൻ്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചതായിരിക്കുന്ന ഒരു കാലം എന്നുണ്ട്. എന്നാൽ ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ വേണ്ടതുപോലെ ഒരു സൂര്യൻ ഉദിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് എന്തിയാണ് പ്രഭാതം വരെയും ദൂതനുമായി മല്ല് പിടിപ്പാനിടയായി. അവസാനം പ്രഭാതത്തിലായപ്പോൾ ദൂതൻ യാക്കോബിനോട് ചോദിക്കുകയാണ്, നിന്റെ പേരെന്താ? യാക്കോബ് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. ദൂതൻ പറഞ്ഞു, നീ ഒരു ഭായിയാണെന്ന് എനിക്കറിയാം, എന്നാൽ ഇന്നു മുതൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും. ദൈവത്തിൽ നിന്നും ദൈവത്തോട് മല്ലുപിടിച്ച ദൈവത്തെ രാത്രിയുടെ യാമങ്ങളായിരിക്കുന്നതായ 4 യാമങ്ങളിലും മൽപ്പിടുത്തം നടത്തി അഥവാ പ്രാർത്ഥനയിൽ പോരാടിയതായിരിക്കുന്ന യാക്കോബിന് അഥവാ അബ്രഹാമിന്റെ കൊച്ചുമകനായിരിക്കുന്ന യാക്കോബിന് ദൈവം നൽകിയ പേരാണ് ഇസ്രായേൽ. ആ ഇസ്രായേലാണ് ഭൂലോകത്തിന്റെ ഘടികാരമായി അഥവാ യഹൂദൻ ഭൂലോകത്തിന്റെ ഘടികാരമായി ഇന്നും നിൽക്കുന്നതെന്ന് കാണുവാനിടയാകുന്നത്. ആ ഇസ്രായേലാണ് ഈ നാളുകളിൽ എന്തിയാണ് ലോകത്തിന്റെ മധ്യസ്ഥലമായിരുന്നു കൊണ്ട് അവിടെ അവകാശ ഭൂമിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത്. പലതും അവർ പിടിച്ചടക്കുവാനിടയായി. ഹല്ലേലൂയ. അവരിന്നും പുറകോട്ട് പോകാതെ വണ്ണോ ഹല്ലേലൂയ അവിടെ അവകാശത്തെ പിടിച്ചടക്കുവാൻ വേണ്ടി അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വായിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളെ യഹോവയായ ദൈവം, ഇസ്രായേലിന്റെ ദൈവമായ ദൈവം ആരാണ്? ഇസ്രായേലിന്റെ ദൈവമാണ്. സ്തോത്രം. അവൻ ആരാണ്? സൈന്യങ്ങളുടെ യഹോവയായ ദൈവമാണ്. ദൈവത്തിനെന്തിയാണ് 1000 10,000 10,000 ലക്ഷം കോടാനുകോടി സൈന്യങ്ങളുള്ളവനായ സർവശക്തനായ ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവം. അത് സറാഫുകളായിട്ടും കെരൂബുകളായിട്ടും ദൂതന്മാരായിട്ട് ഹല്ലേലൂയ ദൈവപുത്രന്മാരായിട്ട് ഹല്ലേലൂയ ദൈവത്തിന് എന്തിയാണ്? വലിയ സൈന്യമുള്ളവനായ ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവം. ഹല്ലേലൂയ. ദൈവവാദപീഠങ്ങളിൽ ഇസ്രായേലിന് പഴയ നിയമ ചരിത്രം പഠിക്കുമ്പോൾ ഒരു യുദ്ധമുണ്ടായപ്പോൾ യുദ്ധത്തിൽ ഇസ്രായേൽ തോട്ടുപോകും, പരാജയപ്പെട്ടു പോകുമെന്ന് അവർ വിചാരിച്ചപ്പോൾ ഹല്ലേലൂയ സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിന്റെ ഒരു ദൂതനിറങ്ങി
1,35,000 പേര് വെട്ടിവീഴ്ത്തുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകരാഷ്ട്രങ്ങളോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ഭൂലോകത്തിന്റെ ഘടികാരമായിരിക്കുന്നതായ യഹൂദരോട്, ഭൂലോകത്തിന്റെ മധ്യസ്ഥലമായിരിക്കുന്ന യെരൂശലേമിൽ വസിക്കുന്നതായിരിക്കുന്ന ഇസ്രായേലിനോട് ഒരു ലോകരാഷ്ട്രങ്ങളും പോരാടിയാലും ഇസ്രായേലിന്റെ മേൽ ജയിപ്പാൻ കഴിയുകയില്ല. യുദ്ധം എത്ര കണ്ട് മുൻപോട്ട് കടന്നുപോയാലും അതിനവസാനം ഇസ്രായേലിനായിരിക്കും. കാരണം എന്താ? ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനമാ. ആ ഇസ്രായേലിനോട് ആർക്കും പോരാടി യുദ്ധം ചെയ്ത ജയിപ്പാൻ കഴിയയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വാദപീഠങ്ങളിൽ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. ആമേൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. നിങ്ങൾ കാണുക, ഞാൻ നിങ്ങളുടെ നാളുകളിൽ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഈ സ്ഥലത്തു നിന്ന് നീക്കിക്കളയുമെന്ന ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരമ്യ പ്രവാചകനിലൂടെ അന്ത്യകാലം നടക്കുവാൻ പോകുന്നതായ പ്രവചനത്തിന്റെ വേദസൂത്രങ്ങള് മുന്നമേ എഴുതപ്പെട്ട ചരിത്രമായിട്ട് രേഖപ്പെടുത്തിയത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അത് നിറവേറിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അന്നാളിൽ നിങ്ങളുടെ ആനന്ദഘോഷം, നാളിലെ ആനന്ദം, പ്രൈസ് ദി ലോർഡ്. ദൈവസനിൽ എവിടെ പോയി? കഴിഞ്ഞ നാളുകളിൽ പ്രൈസ് ദി ലോർഡ് ലോകജനം ആനന്ദിച്ചതുപോലെ, പ്രൈസ് ദി ലോർഡ് ദൈവജനം ആനന്ദിച്ചതുപോലെ ആനന്ദഘോഷങ്ങൾ എവിടെ പോയി? സ്തോത്രം. ദൈവവാദപീഠങ്ങളിൽ പറയാണ്, നിങ്ങളുടെ ആനന്ദഘോഷവും സന്തോഷധ്വനിയും. സന്തോഷിപ്പിക്കുന്നതായിരിക്കുന്ന ഏതെല്ലാം നിലകളുള്ളതായിരിക്കുന്ന ധ്വനികളായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. വിവിധ നിലകളുള്ളതായിരിക്കുന്ന ധ്വനികളാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഉത്സവം നടന്നാൽ വിവിധ നിലകളുള്ളതായിരിക്കുന്ന ബാൻഡുകൾ, പ്രൈസ് ദി ലോർഡ്, ചെണ്ടമേളങ്ങൾ, അതിൻ്റെ ശബ്ദം പോരാഞ്ഞിട്ട് അതെന്തിയാണ്? വലിയ ലൗഡ് സ്പീക്കർ വെച്ച അതിലൂടെ ഇടുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് കെട്ടി തുള്ളിച്ചാടി ആനന്ദിക്കുന്നതായിരിക്കുന്ന ആ മദ്യപിച്ച ഹല്ലേലൂയ മതോമത്തരായി ഹല്ലേലൂയ ആനന്ദിക്കുന്നതായിരിക്കുന്നതായ അവിടേക്ക് ആനന്ദം എവിടെ പോയി? ഹല്ലേലൂയ. ദൈവജനം, ദൈവത്തെ ആരാധിക്കുന്നതായിരിക്കുന്ന ദൈവജനങ്ങള്, പ്രൈസ് ദി ലോർഡ്, കഴിഞ്ഞ നാളുകളിലൊക്കെ ആയിരങ്ങളും പതിനായിരങ്ങളും ഹല്ലേലൂയ 50,000 വരെ വാക്സ് വെച്ചുകൊണ്ട് ദൈവസനിൽ യോഗം നടത്തിയതായിരിക്കുന്നതായ ആനന്ദവും സന്തോഷവും എല്ലാം ഇന്ന് ഇവിടെ പോയി. വിവിധ നിലവാരിക്കുന്ന സപ്തസ്വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹല്ലേലൂയ വലിയ ഉന്നതന്മാരെ വിളിച്ച ഗാനശുശ്രൂഷകൾ പാട്ടുപാടി ആനന്ദിച്ചതായിരിക്കുന്നതായ ആനന്ദഘോഷങ്ങൾ ഇന്ന് ഇവിടെ പോയി. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവർത്തികള് ഈ നാളുകളിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയാണ്, ഹല്ലേലൂയ, അവിടെ ആനന്ദഘോഷവും സന്തോഷധ്വനിയും എന്തിയാണ്? ഹല്ലേലൂയ, മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും.
അല്ലെങ്കിൽ എൻ്റെ ചെറുപ്രായത്തിലൊക്കെ മണവാളനും മണവാട്ടിയൊക്കെ ശുദ്ധവാഗത്തിൻ്റെ മധ്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ തലകൾ പോലും ഉയർത്താറില്ലായിരുന്നു. സ്തോത്രം. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മണവാളനും മണവാട്ടിയും എന്തിയാണ്? വാഗ, കവനൻ്റ്, ഉടമ്പടി, വാഗ നിശ്ചയത്തിലും അതുപോലെ വാഗത്തിലും വിശുദ്ധവാഗത്തിലും കല്യാണത്തിലുമൊക്കെ എന്തിയാണ്? പാടാൻ തുടങ്ങി. സ്തോത്രം. അവരുടെ സ്വരം എന്തിയാണ്? കടന്നു വരുന്നായിരിക്കുന്ന വിരുന്നുവാഴികൾ കേൾക്കേണ്ടതിന് വേണ്ടി അവരെന്തിയാണ്? മണ്ഡപം വിട്ടിറങ്ങി പാട്ടുപാടി ഡാൻസ് കളിക്കുന്നതായിരിക്കുന്ന അനുഭവങ്ങൾ ഇന്നെന്തിയാണ്? സോഷ്യലിലൂടെ വളരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഇന്നെന്തിയാണ്? വാഗം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ ആളുകളിൽ പാടിതായിരിക്കുന്ന പാട്ടുകൾ വളരെ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ദൈവത്തിന്റെ വചനം പറയാണ്, മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഈ സ്ഥലത്തു നിന്നും എന്തിയാണ്? നീക്കിയിരിക്കുന്നു. സ്തോത്രം. ഒരു വാഗസദ്യയ്ക്ക് ഭാഗത്തിന് പോയാൽ എന്തിയാണ്? 20 25 പേർ. ഇന്നലെ ഒരു ഭൗതിക ശരീരം അടയ്ക്കുവാൻ വേണ്ടി ഞാൻ ഞാലിയാകുഴി കടന്നുപോയി. മാങ്ങാനത്തു അടക്കി. പ്രൈസലോ. ഇവിടെ മാങ്ങാനം ചെള്ളമ്പ്രക്കുന്നിൽ സെമിത്തേരിയുടെ വാതുക്കൽ ഒരു വനിതാ പോലീസും 2 പോലീസുകാരും നിൽക്കുക. 20 പേരെ എണ്ണി ഗേറ്റിൻ്റെ അകത്തേക്ക് കയറ്റി. സ്തോത്രം. മറ്റുള്ളവർ എല്ലാവരും ഓടിച്ചു പായിച്ചു. സ്തോത്രം. ദൈവസന്നിധിയിൽ എന്തു പറ്റി? കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രവചന നിവർത്തികളെല്ലാം ഈ നാളുകളിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആഘോഷങ്ങളെല്ലാം രഹിതമായിരിക്കുന്നു. പ്രൈസല. മറ്റുള്ളതായിരിക്കുന്നതായ ആനന്ദങ്ങളും സന്തോഷങ്ങളുമെല്ലാം നിർജീവമായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെന്തിയാണ്? ദുഃഖത്തിലെ ഭാരത്തിലേക്ക് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തിരുവചനം കൂടി വായിച്ച അല്പസമയം ദൈവത്തെ വചനം ചിന്തിച്ച ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് വായിക്കാം ആമോസിന്റെ പുസ്തകം. ഹല്ലേലൂയ. 8-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമോസിന്റെ പുസ്തകം, ആമോസിന്റെ പ്രവചനം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം കൂടി വായിക്കാം. സ്തോത്രം. ആമോസിന്റെ പ്രവചനം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുനിമിത്തം ഭൂമി നടുങ്ങുകയും അതിൽ പറക്കുന്ന ഏവനും ഭ്രമിച്ചു പോകുകയും ചെയ്യുകയില്ലയോ? അത് മുഴുവനും നീലനദി പോലെ പൊങ്ങും. മിസ്രയീമിലെ നദി പോലെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങൾ കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. കടലുകളെല്ലാം എന്ത് ചെയ്തു? ഇളകി മറിഞ്ഞു. കടലിലെ വെള്ളം കരയ്ക്ക് കയറുന്നു. കരയ്ക്ക് പാർക്കുന്നതായിരിക്കുന്നതായ മനുഷ്യർ അവർ ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്തിയാണ് ഭൂമിയിൽ പാർക്കുന്നതായിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു? ഭൂമി നടുങ്ങുകയും
അതിൽ പാർക്കുന്ന ഏവനും ഭ്രമിച്ചു പോകുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. എന്താണ് കടലല കണ്ടിട്ട? പ്രൈസ് ദി ലോർഡ്. അവരുടെ ജീവിതത്തിൽ അത് പൊങ്ങുകയും താഴുകയും മാത്രമല്ല, ആ വെള്ളമതിയാണ് ഭൂമിയിലേക്ക് ഇരച്ചു കയറുമ്പോൾ ജനമതിയാണ് ഭ്രമിക്കുകയാണ്, ജനം ഭയപ്പെടുകയാണ്. ഭൂമി എന്തിയാണ്? ഭൂമിയിൽ വായിക്കുന്ന ജനമെല്ലാം നടുങ്ങിപ്പോകുക. സ്തോത്രം. ദൈവജനമേ, ദൈവത്തിന്റെ പാദപീഠങ്ങളിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തികള് ഈ നാളുകളിൽ നിറവേറിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി കാലം എനിക്ക് ഓർപ്പിപ്പാനുള്ളത്, ഹല്ലേലൂയ, ഇത് അന്ത്യകാലത്തിന്റെ അവസാനത്തിലേക്ക് പ്രൈസ് ദി ലോർഡ് എന്തിയാണ് ഭൂമിയിൽ വാരിക്കുന്ന ജനത കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഭൂമി അതിന്റെ അകൃത്യത്താൽ, അതിന്റെ ഭാരത്താൽ, അതിന് ഭൂമിയുടെ പാപത്തെ വഹിപ്പാൻ കഴിയാതെ ഭൂമി എന്തിയാണ്? നടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം വായിക്കുന്നു, ഭൂമി കിടുകിടാ കീറുന്നു. പ്രൈസ് ദി ലോർഡ്. ഭൂമി പൊടുപൊടാ പൊട്ടുന്നു. ഭൂമി മത്തനെ പോലെ ചാടുന്നു. ഭൂമി കാവൽ മാടം പോലെ ആടുന്നു. എന്താണ് അതിന്റെ കാരണം? ഭൂമിക്ക് താങ്ങുവാൻ കഴിയാത്തതായിരിക്കുന്ന അകൃത്യം, പാപം ഭൂമിയുടെ ഹല്ലേലൂയ പ്രതലത്തിൽ വസിക്കുന്നതായിരിക്കുന്നതായ മനുഷ്യരാശിയാൽ ഭൂമിയെ എന്തിയാണ്? അതിന്റെ പാപത്തെ വഹിപ്പാൻ കഴിയാതെ ഭൂമിയായിരിക്കുന്നത് കൊണ്ട് ഭൂമി നടുങ്ങിയാണ്. ദൈവജനമേ, ദൈവത്തിന്റെ പാദപീഠങ്ങളിൽ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, നീ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ പുസ്തകം 8:10 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 8:10 വായിച്ചാട്ടെ. ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമായും നിങ്ങളുടെ ഗീതങ്ങളെ വിലാപമായും മാറ്റും. ഞാൻ നിങ്ങളുടെ ഉത്സവം. ഞാൻ കോട്ടയംകാരനാണ്. കോട്ടയം പട്ടണത്തിൽ എല്ലാ വർഷവും ഉത്സവം നടക്കാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം നടന്നില്ല. തൃശ്ശൂർ പൂരം ഞാൻ കൂടിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനവിടെ കർത്താവിന്റെ മേലുള്ള ബന്ധത്തിലായിരുന്ന സമയത്ത് തൃശ്ശൂർ പൂരം ഞാനൊന്ന് കാണുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നിലനിന്നുവായിരിക്കുന്നതായ കുടകൾ വിരിയുന്നത് വലിയ ഉത്സവം. നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലുതായിരിക്കുന്നതായ ഉത്സവമായിരിക്കുന്നതായ തൃശ്ശൂർ പൂരം ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം പറയാണ്, ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ എന്തിയാണ്? ദുഃഖമാക്കി തീർക്കും. നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമാക്കി തീർക്കും. എന്തിനു ഉത്സവങ്ങളെ തന്നെ പറയുന്നു? ഇന്നത്തെ, കഴിഞ്ഞ വർഷത്തെ ഹല്ലേലൂയ ദൈവസഭകളുടെ ജനറൽ കൺവെൻഷൻ ഏതെങ്കിലും നടന്നോ? എൻ്റെ ബന്ധക്കോസ് IPC വാഴൂർ സെൻട്രൽ അനത്താനം കാദേശ് സഭയുടെ ശുശ്രൂഷകനാണ്. എല്ലാ വർഷവും കഴിയുന്നതുമെല്ലാം മീറ്റിങ്ങിനും സ്തോത്രം കുമ്പനാട്ട് കടന്നു പോകുവാനിടയാക്കും. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നതുകൊണ്ട് ഒത്തിരി ഉത്സവം കൂടിയിട്ടുള്ളതായിരിക്കുന്നയാളാ. ഉത്സവവും 10ാമതുമൊക്കെ നടത്തുവാൻ അതിന് വേണ്ടതായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്തയാളാ. എന്നാൽ കർത്താവിനെ കണ്ടു കഴിഞ്ഞതായ നിമിഷം മുതൽ ഹല്ലേലൂയ ഞങ്ങളുടെ മഹായോഗങ്ങള്, ഞങ്ങളുടെ കൺവെൻഷനുകള് കഴിഞ്ഞ നാളുകളിൽ എപ്പോൾ ആയിരിക്കുന്ന ഒരു ഉത്സവമായിരുന്നു എന്ന് പറയുവാൻ ഉത്സവം പോലെയാണ് നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലക്ഷോപലക്ഷങ്ങൾ ചെലവഴിച്ച
ദൈവസന്നവിടെ വചന ശുശ്രൂഷകളും ഗാന ശുശ്രൂഷകളും ദൈവവചന പ്രഭാഷണങ്ങളും മാത്രമേ ഉള്ളുവെങ്കിൽ തന്നെ വർഷത്തിന്റെ അവസാനമായി ഞങ്ങളുടെ മഹായോഗങ്ങൾ ഞങ്ങൾക്ക് എന്തിയാണ് വലിയ സന്തോഷം ഉളവാക്കുന്നതായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവർത്തികളാ ഇസ്രായേലിന് മാത്രമല്ല, പുതിയ നിയമ ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, ജാതികൾക്ക് വേണ്ടി മാത്രമല്ല, ദൈവവിധിയാണ് മുന്നമേ എഴുതപ്പെട്ട ചരിത്രമായിരിക്കുന്ന പ്രവചനം ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിന്റെ വരവിനുള്ള ബന്ധത്തിൽ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിലായിരിക്കുന്നതായ സകല ജനത്തിനും വേണ്ടിയാണ്. എന്നാൽ ഈ പ്രവചന നിവർത്തികൾ കാണുമ്പോൾ പല പ്രിയപ്പെട്ടവർക്ക് ഇത് അറിയുവാൻ കഴിയുന്നില്ല എങ്കിലും, മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിലും, ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ അറിഞ്ഞുകൊള്ളണ, നിന്റെ വീണ്ടെടുപ്പുകാരുടെ വരവ് അല്ലെങ്കിൽ വാതുക്കലായിരിക്കുന്നു. നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കുവാൻ പോകുന്നതായിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം ഈ നാളുകളിൽ നിറവേറിക്കൊണ്ടിരിക്കുക. വായിച്ചാട്ടെ, അതിന്റെ പുസ്തകം തന്നെ. ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമായും നിങ്ങളുടെ ഗീതങ്ങളെ വിലാപമായും മാറ്റും. പാടിതാരിക്കുന്ന ഗീതങ്ങൾ സ്തോത്രം വിലാപമായി മാറ്റും. ഏത് അരയിലും രട്ടും, ഏത് തലയിലും കഷണ്ടിയും വരുത്തും. ആമേ, ഞാനതില് ഒരു ഏക ജാതനെ കുറിച്ചുള്ള വിലാപം പോലെയും, ആമേ, അതിനവസാനത്ത് ആമേ കൈപ്പുള്ള ദിവസം പോലെയും ആക്കും. എന്താ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ആരാണ് പ്രാർത്ഥിക്കാത്തത്? യഹൂദന്മാർ അവിടെ ഏക ദൈവമായിരിക്കുന്ന യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, കർത്താവേ, ദൈവമേ, ഈ മഹാമാരി എങ്ങനെങ്കിലും മാറ്റണമേ. അറബി രാജ്യങ്ങളെല്ലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളതായിരിക്കുന്ന ഈ ലോകത്തുള്ളതായിരിക്കുന്നതായ അനേകം 33 കോടി ദൈവങ്ങളുള്ളവ, ഹല്ലേലൂയ, അവരവരുടെ ദൈവം അഥവാ ദേവന്മാരോട് ദേവിമാരോട് പ്രാർത്ഥിക്കുന്നു. ഇത് പുത്രപരിശുദ്ധാത്മവകന ത്രിയേകനായ ദൈവത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്നതായ ദൈവജനമല്ല. അത് CSI ആയിരുന്നാലും, മാർത്തോമയായിരുന്നാലും, യാക്കോബയായിരുന്നാലും, ഇവാഞ്ചിക്കലായിരുന്നാലും, CMS ആയിരുന്നാലും, രക്ഷാസൈന്യമായിരുന്നാലും, മാർത്തോമയായിരുന്നാലും, പെന്തക്കോസ് വിഭാഗത്തിലേത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും, അവരൊക്കെ രട്ടുടുത്തുകൊണ്ടാ, രട്ടിലായിരുന്നു കൊണ്ടാ അവർ ഓസിത്വം വരെ ഈ നാളുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ മഹാവ്യാധിയായിരിക്കുന്ന മഹാമാരി? ഹല്ലേലൂയ. ഈ വൈറസ് എങ്ങനെയെങ്കിലും കർത്താവേ ഈ ലോകത്തിൽ നിന്ന് മാറ്റണമേ. ആദിജാതൻ മരിക്കുമ്പോൾ, ആദിജാതൻ ഭൂമിയിൽ നിന്നും മാറുമ്പോൾ വേർപെട്ടു പോകുന്നത് പോലെയുള്ള വിലാപമല്ലേ ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നതാ. ഏകജാതനെ കുറിച്ചുള്ള വിലാപം പോലെ അതിൻ്റെ അവസാനത്തെ കയ്പ് ഉള്ള ദിവസം പോലെയും ആക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിപ്പാൻ കർത്താവിൽ ശരണപ്പെടുക. കഴിഞ്ഞ ഒരു പ്രഭാതം നമുക്ക് സ്തോത്രം ഹല്ലേലൂയ ദൈവം തരുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ കിടന്നുറങ്ങി ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാത്തവനും ഉറങ്ങാത്തവനുമായി
കാത്തു സൂക്ഷിച്ച പ്രഭാതം ദൈവം തരുമ്പോൾ ആ ദിവസം എന്ത് സന്തോഷത്തോടെയാ പല കണക്കുകൂട്ടുകളിലൂടെ രാത്രിയുടെ യാമങ്ങളിൽ പ്രൈസലോ പല കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ ആലോചിച്ച അരക്കിട്ട് ഉറപ്പിച്ച കാര്യങ്ങൾ ക്രമീകരിച്ച പ്രഭാതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷത്തോടെ എഴുന്നേൽക്കുന്നതായിരിക്കുന്നതായ ദൈവ പൈതലേ, ദൈവ മക്കളെ, ലോക ജനമേ, പ്രൈസ് ലോർഡ്, എന്തിയാണ് നാളത്തെ ഒരു ദിവസം എന്തിയാണ് നിന്റെ കയ്പിന്റെ അനുഭവങ്ങളിലല്ലേ അല്ലെ പ്രഭാതത്തിൽ നീ എഴുന്നേറ്റ് വരുന്നത്? എന്ത് സംഭവിക്കാം? അത് വെള്ളപ്പൊക്കമാണോ? അത് കൊറോണയാണോ? യുദ്ധമാണോ? അല്ലേലിയ എന്താണ് സംഭവിക്കുന്നത്? അല്ലേലിയ എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ ഇന്ന് മനുഷ്യൻ ഓരോ ദിവസവും കൈപ്പോടെ ചിലവഴിക്കുന്നത്. എന്താണ്? കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രവചന നിവർത്തികളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കും. പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ദൈവപാദപീഠങ്ങളിൽ കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ആകാശ മേഘങ്ങളിൽ വരുവാൻ പോകുന്നു. നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നീ ഒരുങ്ങണം. നീ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ പ്രൈസലോ നിന്റെ അവസ്ഥ നിത്യ നരകമായിരിക്കും. കർത്താവിൻ്റെ ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുത്തതായിരിക്കുന്ന തൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി, ശുദ്ധന്മാർക്ക് വേണ്ടി 1000 10,000 10,000 ലക്ഷം ലക്ഷം ദൂതന്മാരുമായി ആകാശമേഘങ്ങളിൽ കർത്താവ് വരുവാൻ കാലം ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആ കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനാഥന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവചന നിവർത്തികളെക്കുറിച്ച് കർത്താവെ ധ്യാനിപ്പാൻ, ചിന്തിപ്പാൻ, പഠിപ്പാൻ, ശുശ്രൂഷിപ്പാൻ ദൈവമിടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ആദർശകരങ്ങളിലേക്ക് ഈ കർത്താവെ സോഷ്യൽ മീഡിയയിലൂടെ ഈ ദൈവശബ്ദം കേൾക്കുന്നതായിരിക്കുന്ന നിന്റെ ജനത്തിനെല്ലാം വലിയ വിടുതലും അനുഗ്രഹവും അവർ കർത്താവിന് വേണ്ടി ഒരുങ്ങുവാനോ, കർത്താവിനെ സ്വീകരിച്ചിട്ടില്ലാത്തവ കർത്താവിനെ ഹൃദയത്തെ സ്വീകരിക്കുവാനോ കർത്താവ് ഇടിയാക്കണമേ എന്നടിയങ്ങോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നാമം ചൊല്ലി ഈ മെസ്സേജ് പ്രിയപ്പെട്ടവര് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോട് അനുഗ്രഹിച്ച് ആസ്വദിക്കുക. അനുഗ്രഹപൂർണ്ണമായി ചെയ്യുവാൻ ദൈവമിടയാക്കണമേ. പ്രാർത്ഥന കേട്ടോണ്ട് സ്വന്തം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.